ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിൽക്കും. ശിഷ്യന്മാരെ എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? കർത്താവിൻ്റെ അടുത്തേക്ക് തിരിക്കുന്നതിന് പകരം എന്നിലേക്ക് തിരിക്കും. ഇപ്പം നമുക്ക് ഒത്തിരി ശുശ്രൂഷ പറയാറില്ല. അതായത് വൺ മാൻ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അല്ല, ഇവൻ്റെ പിന്നാലെയാണ് ജനങ്ങളെ വലിച്ചു വിട്ടത്. അതുകൊണ്ടാണ് കർത്താവ് പണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾ നേതാവാകരുത്, നിങ്ങൾക്ക് നേതാവായിട്ട് ഒരുവനത്രേ ക്രിസ്തു. ഈ നേതൃത്വം കൊണ്ടാണ് ഇവിടെ തിരുമേനിമാരുടെ പുറകെ ആൾക്കാർ പടവും വച്ചല്ലേ. ഇതിന് വേണ്ടി ചില പാസ്റ്റേഴ്സിനെ ചില എന്താണ് വലുതായിട്ട് കണ്ടിട്ട് ഇവൻ്റെ കൂടെ ഞാൻ ഇന്നാരുടെയാണെന്ന് പറഞ്ഞു പോകുന്നു. ഇതെല്ലാം ഇവന് നഷ്ടമാണ്. ഈ ഉന്നതന്മാർ എനിക്ക് എന്നിലേക്ക് ഒരുത്തനെ ഞാൻ തിരിക്കുന്നതെങ്കിൽ ഞാൻ കുറ്റക്കാരനായിട്ട് വരും. ഞാൻ സാറിന് വേണ്ടി മരിച്ചോ? ഇല്ല. ഞാൻ സാറിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഞാൻ സ്വർഗത്തിൽ നിറങ്ങുന്നവനാണോ? അപ്പം എല്ലാ സുവിശേഷവും ഒരാളോട് പറയുമ്പോൾ നിന്റെ കണ്ണ് ഇങ്ങോട്ടല്ല, നിന്റെ കണ്ണ് അങ്ങോട്ട് ഇരിക്കണം. അപ്പോൾ എന്താണ്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുക എന്നുള്ളതാണ്. അവൻ്റെ സ്നേഹം, അധികാരം എല്ലാം വരച്ച് കാണിക്കുന്ന സുവിശേഷ ലക്ഷ്യം.